ഞായറാഴ്ച തോറുമുള്ള വചന ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തെ ആസ്പദമാക്കി അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത് എന്ന യേശുവിൻ്റെ ശ്രദ്ധേയമായ പ്രസ്താവനയെ അല്ലെങ്കിൽ വെളിപ്പെടുത്തലിനെ കേന്ദ്രീകരിച്ച് ചില ആത്മീയ സത്യങ്ങൾ സുവിശേഷത്തിൻ്റെ ആകമാനമായ വെളിച്ചത്തിൽ തിരിച്ചറിയുവാനുള്ള അവസരമായിട്ടാണ് ഈ ഒരു ധ്യാനത്തെ ഞാൻ കരുതുന്നത്, വിലമതിക്കുന്നത്. അതിലേക്ക് ഏവർക്കും സ്വാഗതം, വെൽക്കം. കഴിഞ്ഞ കാലങ്ങളിൽ അനേക വ്യക്തികൾ എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഈ ഒരു പ്രസ്താവന കൊണ്ട് യേശു എന്താണ് ഉദ്ദേശിച്ചിരുന്നത്? സമൃദ്ധമായ ജീവൻ എന്നാൽ എന്താണ്? അതിനെപ്പറ്റി വ്യക്തതയില്ല എങ്കിൽ അത് പ്രാപിക്കേണ്ടത് എങ്ങനെയാണെന്നോ, പ്രാപിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുവാനോ ഞങ്ങൾക്ക് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ പൊരുൾ ഒന്ന് വെളിപ്പെടുത്തത്തക്കവണ്ണം ഈ ഒരു പ്രസ്താവനയെ പരിഗണിക്കണമെന്ന് എന്നോട് അനേകർ വളരെ താല്പര്യത്തോടുകൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവരെ ഏവരെയും സ്മരിച്ചുകൊണ്ട് അങ്ങനെ ഈ ആവശ്യം അറിയിച്ച ഏവർക്കും ഈ വീഡിയോയുടെ ഉള്ളടക്കം നന്മ ചെയ്യും എന്ന പ്രതീക്ഷയിൽ ഈ ധ്യാനം ആരംഭിക്കുകയാണ്. മനുഷ്യജീവിതം ഭാഗികമായി മാത്രം ജീവിക്കുന്ന ഒരവസ്ഥയാണ് ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് മതപണ്ഡിതന്മാരല്ല മാത്രമല്ല മതത്തിൽ വിശ്വസിക്കാത്തവരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു വൈകല്യം, ജീവൻ വിലമതിക്കുന്നു എന്നിരിക്കെ അതിൻ്റെ സാധ്യതകളെ വേണ്ടതുപോലെ അന്വേഷിക്കുവാനോ അനുഭവിക്കുവാനോ കൂട്ടാക്കുന്നില്ല എന്നത് തന്നെയാണ്. ഇത് പരിഗണിച്ചുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇപ്പോൾ നാം ഭാഗികമായി മാത്രം അറിയുന്നു, അതുകൊണ്ട് തന്നെ ഭാഗികമായി മാത്രം ജീവിക്കുന്നു എന്നർത്ഥവുമുണ്ട്. അറിയുന്നതനുസരിച്ച് മാത്രമല്ല നമുക്ക് ജീവിക്കാൻ സാധ്യമാകുകയുള്ളൂ. യേശു എല്ലാറ്റിൻ്റെയും പൂർണ്ണതയാണ് എന്നും പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അത് മാനുഷികമായ സാധ്യതകൾ മാത്രമല്ല, ദൈവികമായ സാധ്യതകളുടെ പോലും പൂർണ്ണതയാണ് യേശു എന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പ്രസ്താവിക്കുന്നുണ്ട്. അതിൻ്റെ ആധാരം തന്നെ യേശു തന്നെ വെളിപ്പെടുത്തുമ്പോൾ താൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുന്നുണ്ട്. വെളിച്ചം എല്ലാറ്റിൻ്റെയും പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു എന്നതും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ മനുഷ്യരാശിക്ക് വേണ്ടത്, ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമായി നാം മനസ്സിലാക്കേണ്ടത്, മരണാനന്തര ജീവിതത്തിൽ പ്രാപിക്കാവുന്ന ചില ആനുകൂല്യങ്ങളോ പ്രത്യേകമായ അവസ്ഥകളോ നേട്ടങ്ങളോ അല്ല. അവ പ്രാധാന്യം അർഹിക്കുന്നില്ല എന്നല്ല ഞാനീ പറയുന്നത്. പക്ഷേ യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ വളരെ വ്യക്തമാണിത്. മനുഷ്യരുടെ ഏറ്റവും അടുത്തു നിൽക്കുന്നതും അടിസ്ഥാനപരവുമായ ആവശ്യം, അവരുടെ ഇഹലോകവാസത്തിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന വിലതീരാത്ത മുത്തായ ഈ ജീവൻ, അതിൻ്റെ സാധ്യതകളുടെ പൂർണ്ണത അനുഭവിപ്പാൻ, അതുകൊണ്ട് ജീവിതം ഒരു വലിയ ആഘോഷമായി തീർക്കുവാൻ മനുഷ്യർക്ക് എപ്രകാരം കഴിയും, അതിനുതകുന്ന ദർശനം എന്താണ്, അതിനുതകുന്ന ജീവിത അച്ചടക്കം എന്താണ്, കാഴ്ചപ്പാടെന്താണ്, ഇതാണ് യേശുവിൻ്റെ ഏറ്റവും മുഖ്യമായ കരുതൽ എന്നത് സുവിശേഷങ്ങൾ ഒന്നുപോലെ സാക്ഷീകരിക്കുന്നതാണ്. അങ്ങനെ ഒരു
കരുതലുണ്ടാകേണ്ടതിൻ്റെ ആവശ്യം തന്നെ അത് സ്വാഭാവികമായ മനുഷ്യ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മർമ്മമല്ല എന്നത് തന്നെയാണ്. ഇത് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. നമുക്കൊരു ജോലി കിട്ടിയാൽ സാധാരണഗതിയിൽ ജോലി കിട്ടുന്നത് വരെ ജോലി കിട്ടാനുള്ള ആവേശം, ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് അധികം നിൽക്കുകയില്ല എന്ന് നമുക്കറിയാം. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ജോലി കിട്ടിക്കഴിഞ്ഞ് ജോലി സ്ഥലത്തിലുള്ള സാധ്യതകളുടെ പൂർണ്ണത അറിയുവാനോ അതനുസരിച്ച് പ്രവർത്തിക്കുവാനോ നാം കൂട്ടാക്കുന്നില്ല. അതിൻ്റെ അംശമായ മാസശമ്പളം, അല്ലെങ്കിൽ കൂടിപ്പോയാൽ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുടെ സഹപ്രവർത്തകരുടെ പ്രീതി, അംഗീകാരം, ഇങ്ങനെയുള്ള പരിമിതമായ പരിഗണനയിൽ മാത്രം നാം നമ്മുടെ ഔദ്യോഗിക ജീവിതത്തെ ഒതുക്കി നിർത്തുന്നു. ഇപ്പോൾ സ്കൂളുകളിലും കലാലയങ്ങളിലൊക്കെ നോക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഏതെങ്കിലും നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാനായി വളരെ വളരെ ദാഹിച്ചിരിക്കും. പക്ഷേ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ബോറടിയാകുന്നു എന്നവർ പറയുകയും ചെയ്യും. അവിടെയും പ്രവർത്തിക്കുന്ന മർമ്മം ഇതാണ്. ആധുനിക ലോകത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 രോഗങ്ങൾ വിഷാദ രോഗവും ബോറടിയുമാണ് എന്ന് നമുക്കറിയാം. മെലങ്കലി ഓർ ഡിപ്രഷൻ ആൻഡ് ബോർഡം. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു വ്യക്തിയും, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നട്ടം തിരിയുന്ന ഒരു വ്യക്തിയും അവരുടെ വ്യക്തിത്വത്തിൻ്റെ സാധ്യതകളുടെ പൂർണ്ണത പ്രയോജനപ്പെടുത്തി ജീവിക്കുന്നില്ല. ഐതിഹാസികമായി, ഫ്രം എ ഹിസ്റ്റോറിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ, മനുഷ്യർക്ക് ഈ 2 പ്രശ്നങ്ങൾ മൂർച്ഛിക്കാൻ പ്രധാനപ്പെട്ട കാര്യം ആധുനിക ലോകത്തിൽ സമ്പത്ത് വർദ്ധിച്ചു, ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു. അതുകൊണ്ട് പണ്ട് നന്നേ ക്ലേശിച്ച് ജീവിച്ചിരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നത് മാറിയിട്ട് ഇപ്പോൾ അനായാസമായി ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ സാധ്യതകൾ, നമ്മുടെ ഊർജ്ജങ്ങൾ, എനർജി ആൻഡ് ടാലൻറ്റ്സ് വേണ്ടതുപോലെ അതിൻ്റെ പൂർണ്ണ തോതിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അത് ഒരു പരിഗണനയിൽ നേട്ടമാണ് അല്ലെങ്കിൽ ആശ്വാസമാണെന്ന് തോന്നുമെങ്കിലും ആത്യന്തികമായി അതൊരു വലിയ നഷ്ടമാണ്. നേട്ടമാണ് നഷ്ടമായി പരിണമിക്കുന്നത് എന്നത് ആധുനിക ലോകത്തിൻ്റെ ഒരു വിരോധാഭാസമാണ്. ഞാനത് കൂടുതലായി പ്രതിപാദിക്കുന്നില്ല. ഇത് പൊതുചിന്തയിൽ നിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായി എനിക്ക് എൻ്റേതായ വെളിപ്പെടുത്തലുകൾ നടത്താനില്ല എന്നതുകൊണ്ട് തന്നെ അനേക പുസ്തകങ്ങൾ ഇതിനെപ്പറ്റി രചിക്കപ്പെട്ടിട്ടുണ്ട്. അവ നിങ്ങൾക്കും പരിചിതമാണ് എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായി അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുവാൻ, മുൻപോട്ട് പോകുവാൻ മനുഷ്യർക്ക് ആവശ്യമുണ്ട് എന്നതാണ് യേശുവിൻ്റെ തിരിച്ചറിവ്. എന്നാൽ അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് വഴി നടത്തുവാനായി ലാക്കാക്കി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മതസംവിധാനങ്ങൾ പോലും അപൂർണതയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയും അതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ളൊരു സാധ്യതയുണ്ട് എന്ന് ആധികാരികമായി സാക്ഷീകരിക്കാനുള്ള ആ ആധികാരികത അല്ലെങ്കിൽ അധികാരം കളഞ്ഞു കുളിച്ചവരുമാണ്. ആ അവസ്ഥയാണ് മാമോൻ സേവ എന്ന് യേശു സൂചിപ്പിക്കുന്നത്. ധനം ഈ ലോകത്തിൽ ആവശ്യമാണ്, പക്ഷേ ധനം എന്നത് ഒരു ഉപാധി മാത്രമാണ്. ലോകത്തിലുള്ള എല്ലാ ഉപാധികളും അംശങ്ങൾ മാത്രമാണ്. ഒരു ഉപാധിയും അതിൽ തന്നെ പൂർണ്ണമല്ല. ഇപ്പോൾ എനിക്ക് ലോകത്തിലെ ഏറ്റവും മേന്മയേറിയ, ഏറ്റവും വിലയേറിയ പേന ഉണ്ട് എന്നതുകൊണ്ട് ഞാനൊരു എഴുത്തുകാരനാകുകയില്ല. പേന ഒരു ഉപാധിയാണ്. പക്ഷെ നല്ല പേന ഉണ്ടെങ്കിൽ എഴുതാൻ കൊള്ളാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നല്ലൊരു പേന ഉള്ളതുകൊണ്ട് എനിക്ക് നൊബൽ പ്രൈസ് ലിറ്ററേച്ചർ വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ്. ഉപാധികൾക്ക് പരിമിതിയുണ്ട്. എല്ലാ ഉപാധികളും അംശങ്ങൾ മാത്രമാണ്, only a പാർട്ട്. അപ്പോൾ ഉപാധികളുടെ ലോകത്തിൽ മനുഷ്യൻ വസിക്കുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണത എന്ത് എന്ന് അറിയുവാൻ താല്പര്യം പോലും ഇല്ലാത്തൊരവസ്ഥയിൽ അതൊരു മിഥ്യയാണെന്ന് വിശ്വസിക്കുന്ന ഒരു സാഹചര്യം, അത് മനുഷ്യജാതിക്ക് വളരെ അധികമായ തിന്മ ചെയ്യുന്നു എന്നത് യേശുവിൻ്റെ തിരിച്ചറിവാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം യേശുവിൻ്റെ പ്രസ്താവനയുടെ പൊരുൾ നാം മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ വ്യക്തമാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു ആശയം, മുൻപ് ഒരിക്കലും അവതരിപ്പിച്ചിട്ടില്ലാത്ത ഒരു ആത്മീയ ആശയം ഞാനിപ്പോൾ വെളിപ്പെടുത്താൻ പോവുകയാണ്. പൂർണ്ണമായ ജീവൻ എന്നത്, സമൃദ്ധമായ ജീവൻ എന്നത്
ആരംഭവും അവസാനവും, ആരംഭത്തിൻ്റെയും അവസാനത്തിൻ്റെയും മധ്യത്തിലുള്ള, ആരംഭത്തിൻ്റെയും അവസാനത്തിൻ്റെയും മധ്യത്തിലുള്ള ആ സ്പേസ്, ആ ഇടം, സ്പാൻ എന്ന് പറയും, സ്പാൻ, ആ കാലഘട്ടം, അതിൽ ഉള്ള ഓരോ വ്യക്തിയുടെയും ജീവിതം, ജനനം മരണം, ഇതിൻ്റെ മധ്യേയുള്ള മനുഷ്യൻ്റെ ജീവിതം. അപ്പോൾ ആരംഭത്തിനും അവസാനത്തിനും മധ്യേയുള്ള ഈ ഒരു കാലഘട്ടം, അതിനെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് മനുഷ്യജാതി മുഴുവനും. എന്നാൽ ഈ ഒരു കാലഘട്ടത്തെ, ലൈഫ് സ്പാനെ, അതിൻ്റെ പൂർണ്ണ സാധ്യതകളോടുകൂടെ പ്രയോജനപ്പെടുത്തുവാൻ മനുഷ്യർക്ക് കഴിയും എന്ന ഒരു വലിയ പ്രത്യാശ, അങ്ങനെ കഴിയേണ്ടതിന് അവരെ പരിശീലിപ്പിക്കുകയും സജ്ജമാക്കുകയും ചെയ്യാം എന്ന ഒരു ദൃഢവിശ്വാസം, അതാണ് ഈ സമൃദ്ധമായ ജീവനിൽ ഉൾക്കൊള്ളുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ആശയം അല്പം ആബ്സ്ട്രാക്റ്റ് ആണ് എന്ന് തോന്നാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ തോന്നലൊന്ന് മാറ്റുന്നതിന് വേണ്ടി വേദപുസ്തക സുവിശേഷത്തിൽ ഞാൻ ഉദാഹരണം ഉപയോഗിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമുക്ക് ഏവർക്കും സുപരിചിതമായ വേലക്കാരുടെ ഉപമ, 21-ാം അധ്യായത്തിൽ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ, തോട്ടത്തിൻ്റെ ഉടയൻ രാവിലെ പോയി തൻ്റെ തോട്ടത്തിൽ വേല ചെയ്യുന്നതിന് വേലക്കാരെ വിളിച്ചാക്കുന്നു. 3-ാം മണി നേരത്ത് പോകുന്നു, അതിനുശേഷം 9-ാം മണി നേരത്ത് പോകുന്നു, പിന്നെ 11-ാം മണി നേരത്ത്, അത് 1 മണിക്കൂറും കൂടെ പിന്നെ ജോലിയുണ്ട്. യഹൂദൻ്റെ 3-ാം മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ 9-ാം മണിയാണ്, നമ്മുടെ 6 മണിക്കൂറിൻ്റെ വ്യത്യാസം. അപ്പോൾ നമ്മുടെ ടൈം സ്കീമിൽ പറഞ്ഞാൽ തോട്ടത്തിൻ്റെ ഉടയൻ 9 മണിക്ക് പോയ ആളുകളെ വിളിച്ച് തോട്ടത്തിൽ വേലയ്ക്കാക്കുന്നു. അതിനുശേഷം 3 മണിക്ക് ആക്കുന്നു. പിന്നെ ജോലിയൊക്കെ തീരുന്നതിന് 1 മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോൾ ചിലരെ വിളിച്ച് ജോലിയെല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും കൂലി കൊടുക്കാൻ വന്നപ്പോൾ അവസാനം ജോലിക്ക് വിളിച്ചാക്കിയ ആളുകൾക്ക് ആദ്യം കൂലി കൊടുത്തു എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് കൊടുത്ത കൂലി അതേ കൂലി അവർക്കും കൊടുത്തു. അത് കണ്ടപ്പോൾ ന്യായമായ മറ്റുള്ളവർക്ക് കണ്ണുകടിയുണ്ടായി. അപ്പോൾ യജമാനൻ അവരോട് പ്രതികരിക്കുന്ന വിധം, ഇതിൻ്റെ അർത്ഥം എന്താണ്? എന്തുകൊണ്ടാണ് അവസാനം 1 മണിക്കൂർ മാത്രം ജോലി ചെയ്ത ഈ വേലക്കാരെ, മറ്റവരുടെ പരാതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പകലിൻ്റെ ചൂടും ഭാരവും അധ്വാനവും മുഴുവൻ വഹിച്ച ഞങ്ങളെപ്പോലെ അവരെ ആക്കിയല്ലോ, അങ്ങനെ ആക്കുന്നതിൻ്റെ ന്യായം എന്താണ്? അതിൻ്റെ ന്യായം പലർക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അതും കൂടെ ഞാൻ വെളിപ്പെടുത്തട്ടെ. അതിനോട് ബന്ധമുള്ളത് കൊണ്ട്, അഭേദ്യമായ ബന്ധമുള്ളതുകൊണ്ട്. ഈ അവസാനം തോട്ടത്തിലാക്കി വേല ചെയ്യാൻ പോയ വേലക്കാർ, അവർ 1 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ എങ്കിലും അവർ ആ കിട്ടിയ 1 മണിക്കൂർ, അതായത് ആരംഭവും അവസാനവും അതിൻ്റെ മധ്യത്തിലുള്ള സ്പേസ്, അതിനെ പൂർണ്ണ തോതിൽ ഉപയോഗിച്ചു. അപ്പോൾ ഈ യജമാനെ സംബന്ധിച്ചിടത്തോളം തൂക്കമല്ല, പൂർണ്ണതയാണ് അദ്ദേഹത്തിൻ്റെ കരുതൽ. അപ്പം ന്യായമായും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ജോലി ചെയ്ത ഒരു വ്യക്തി അവസാനം 1 മണിക്കൂർ ചെയ്തൊരു വ്യക്തിയേക്കാൾ ഒരുപക്ഷെ കൂടുതൽ ജോലി ചെയ്ത് കാണും. ആ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണല്ലോ അവർക്ക് ഈർഷ്യയുണ്ടായത്, പരാതിയുണ്ടായത്. പക്ഷേ അതല്ല ഇവിടുത്തെ പ്രശ്നം. പ്രശ്നം എന്താണ്? അല്ലെങ്കിൽ കരുതൽ എന്താണ്? ഇവിടെ വിലപ്പോകുന്ന പരിഗണന എന്താണ്? നിനക്ക് കിട്ടിയ ആ സമയം, അത് 1 മണിക്കൂറായിക്കൊള്ളട്ടെ, 2 മണിക്കൂറായിക്കൊള്ളട്ടെ, 3 ആയിക്കൊള്ളട്ടെ, 4 ആയിക്കൊള്ളട്ടെ, അല്ല 7 ആയിക്കൊള്ളട്ടെ, അത് നീ എപ്രകാരം ഉപയോഗിച്ചു, അതിൻ്റെ പൂർണ്ണത നീ അനുഭവിച്ചുവോ, അന്വേഷിച്ചുവോ, പ്രയോജനപ്പെടുത്തുമോ? ഇതാണ് ഇന്നത്തെ പ്രശ്നം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു പരിഗണന കൊണ്ട് ലോകത്തിലെ അസമത്വത്തിന് വലിയ വലിയ മാറ്റം വരും. അസമത്വം വരുന്നത് ഈ നീളത്തിലാണ്, ദൈർഘ്യത്തിൽ. ചിലർക്ക് 8 മണിക്കൂർ, ചിലർക്ക് 6 മണിക്കൂർ, ചിലർക്ക് 3 മണിക്കൂർ, ചിലർക്ക് 1 മണിക്കൂറേ കിട്ടുന്നുള്ളൂ.
അവിടെ പരിഭവപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കിട്ടുന്ന ഒരു മണിക്കൂർ നീ ഏത് ആവേശത്തോടുകൂടെ, ഏത് വൈകാരികമായ അവസ്ഥയിൽ, ഏത് കഴിവോടുകൂടെ, മികവോടുകൂടെ നീ പ്രവർത്തിച്ചു, അതാണ് ഇവിടെ വിലപ്പോകുന്നത്. അത് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ ഈ സമൃദ്ധമായ ജീവൻ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ യേശു പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവൻ അവൻ്റെ സമ്പാദ്യങ്ങളുടെ ആകത്തുകയല്ല. ദ ലൈഫ് ഓഫ് എ മാൻ ഡസ് നോട്ട് കൺസിസ്റ്റ് ഇൻ ദി അബണ്ടൻസ് ഓഫ് ഹിസ് പൊസഷൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള സമീപനം ഇവിടെ അപ്രസക്തമാണെന്ന് യേശു തന്നെ പ്രസ്താവിച്ചിരിക്കയാൽ നമുക്കത് കുറച്ചുകൂടി എളുപ്പമാകും. ഇവിടെ ക്വാണ്ടിറ്റി അല്ല, ഇവിടെ ഫുൾനെസ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി അല്ല, പിന്നെയോ ആ ദർശനമാണ്, വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയാണ്. ബാഹ്യമായി ഏത് സ്കെയിൽ കൊണ്ട് അളന്ന് നിങ്ങൾക്ക് ലഭിച്ചു, നിങ്ങൾക്ക് എന്ത് ലഭിച്ചു എന്നതല്ല, പിന്നെയോ നിങ്ങളെ ഏൽപ്പിച്ചത് എപ്രകാരം, ഏത് തോതിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തി. അതേ ആശയം തന്നെ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലുള്ള താലന്തുകളുടെ ഉപമയിലുണ്ട്. അത് നമുക്കറിയാം. ഒരുത്തൻ 5 താലന്ത്, ഒരുത്തൻ 2 താലന്ത്, മറ്റൊരുത്തൻ 1 താലന്ത് കിട്ടി. വ്യത്യസ്തമായ അളവുകളാണ്, ക്വാണ്ടിറ്റികളാണ്. പക്ഷേ അതല്ല ഇവിടുത്തെ പ്രശ്നം. 5 താലന്ത് കിട്ടിയവനോടും 2 താലന്ത് കിട്ടിയവനോടും യജമാനൻ പറയുന്ന ഒരേ വാക്കുകളാണ്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നാണ് പറയുന്നത്. അവരും 1 താലന്ത് കിട്ടിയ താലന്ത് കുഴിച്ചിട്ട മനുഷ്യൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം ഇതാണ്. ആദ്യത്തെ 2 പേർക്ക്, അതായത് 5 താലന്തും 2 താലന്തും കിട്ടിയവർക്ക്, അവർ താലന്ത് കൈ കിട്ടിയ നിമിഷം മുതൽ യജമാനൻ മടങ്ങി വരുന്നതിൻ്റെ കണക്ക് ബോധിപ്പിക്കുന്നവരെയുള്ള ആ ഒരു ഇൻ്ററിം സ്പേസ്, ഇൻ്ററിം പീരിയഡ് ഓഫ് ടൈം, കാലയളവ്, അതിൻ്റെ പൂർണ്ണത അന്വേഷിക്കുവാൻ തക്കതായ വ്യക്തിത്വം അവർക്കുണ്ടായിരുന്നു. മൂന്നാമത്തവനായ 1 താലന്ത് കിട്ടിയ വ്യക്തിക്കോ താലന്ത് കൈ കിട്ടുന്നതിനും യജമാനൻ വരുന്നതിനും മധ്യയുള്ള ഈ സമയം അത് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ മനസ്സില്ലായിരുന്നത് കൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ കിട്ടിയ താലന്ത് കൊണ്ട് കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ കിട്ടുന്നതിനും കണക്ക് ബോധിപ്പിക്കുന്നതിനും മധ്യയുള്ള സമയത്ത് എനിക്ക് ഒരു സാധ്യതയും കാണാൻ കണ്ടില്ല എന്ന് മാത്രമാണ് എൻ്റെ അർത്ഥം. ഈ ഒരു ആശയത്തിൽ കൂടെ നിങ്ങൾ ഈ ഉപമയെ പരിഗണിച്ചാൽ നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്ന വിധത്തിലുള്ള തിരിച്ചറിവുകൾ പ്രാപിപ്പാൻ കഴിയും. ഇത് വാസ്തവത്തിൽ ആത്മീയമായ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ അടുത്തുള്ള അയലത്തുകാരായ 2 പേർക്ക്, ഒരാൾക്ക് 5 താലന്ത് കിട്ടി, ഒരാൾക്ക് 2 താലന്ത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായ താലന്തുകൾ അവർക്ക് കൊടുത്തത്, എനിക്കൊരു താലന്തേ കിട്ടിയുള്ളൂ എന്ന് ചിന്തിക്കുന്നവൻ പരിഭവപ്പെട്ട് അവിടെ ഇരുന്നു പോകും. അവനെ തന്നെ കൊണ്ട് കുഴിച്ചിടും. ഇതാണ് അതിനകത്തെ യാഥാർത്ഥ്യം. പക്ഷേ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്ത് 1 ആണോ 2 ആണോ 10 ആണോ 100 ആണോ എന്നുള്ളതല്ല പ്രശ്നം. എന്നെ ഏൽപ്പിച്ച നിമിഷം മുതൽ എനിക്ക് കണക്ക് കൊടുക്കേണ്ട നിമിഷം വരെയുള്ള ആ ഒരു ഇൻ്ററിം സ്പേസ്, ഇൻ്ററിം പീരിയഡ് ഓഫ് ടൈം, അത് ഞാൻ ഏത് തോതിൽ പ്രയോജനപ്പെടുത്തുന്നു, എത്ര ആത്മാർത്ഥതയോടെ, ആവേശത്തോടെ, എൻ്റെ കഴിവിൻ്റെ 100%, 99 പോരാ, 100% ഇതിൽ പ്രയോഗിച്ച് അതിൻ്റെ പൂർണ്ണതയെ കണ്ടെത്തുവാനുള്ള വ്യഗ്രത എന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട്, അപ്രകാരം ഞാൻ എൻ്റെ സാധ്യതകളെ കൈകാര്യം ചെയ്യുമ്പോൾ ന്യായമായും ഉണ്ടാകുന്ന വർധന, അത് യജമാനനോടുള്ള എൻ്റെ നന്ദിയുടെ ആധികാരികമായ പ്രകടനമാണ് എന്നതാണ് ഈ പൂർണ്ണതയുടെ ഭാഷ. അത് സംഭവിക്കണമെങ്കിൽ എന്തുണ്ടാകണം? അത് സംഭവിക്കണം. ഇത് സ്വാഭാവികമായി സംഭവിക്കുകയില്ല എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് 2 ഭൃത്യന്മാരിൽ ഇതുണ്ടായിരുന്നു, മൂന്നാമത്തവനിൽ ഇല്ലായിരുന്നു എന്ന വലിയ വ്യത്യാസം അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഇവിടെയാണ് ആത്മീയമായ വ്യക്തിത്വവും ഭൗതികമായ വ്യക്തിത്വവും തമ്മിലുള്ള വ്യത്യാസം. ഇത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഇത് മതപരമായ ചിന്തകളെ അല്ല. യേശുവിൻ്റെ പഠിപ്പീരുകളെ നിങ്ങൾ മതത്തിൻ്റെ ആ ചെറിയ ചെറിയ ചട്ടക്കൂടിലിട്ട് അതിൻ്റെ അർത്ഥത്തെ അപമാനിക്കരുത്.
യേശു സാർവലൗകികമായ വളരെ ആഴമേറിയ ആശയങ്ങളാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അവ അർഹിക്കുന്ന ഗാംഭീര്യത്തിൽ, വ്യാപ്തിയിൽ മനസ്സിലാക്കുവാൻ ക്രിസ്ത്യാനികൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. കാരണം ഇതിൽ നാം പരാജയപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്നുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം, അതായത് ആരംഭത്തിനും അവസാനത്തിനും മധ്യയുള്ള കാലയളവിൽ ഞാൻ പൂർണ്ണതയിൽ എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ വ്യക്തിത്വത്തിൻ്റെ സാധ്യതകളെ അറിയുകയും അത് പ്രയോജനപ്പെടുത്തുകയും എൻ്റെ സാധ്യതകളെ അന്വേഷിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ദൈവത്തോട് എന്നെ താലന്തുകൾ ഏൽപ്പിച്ച ദൈവത്തോടുള്ള എൻ്റെ നന്ദിയും ആത്മാർത്ഥതയും വിശ്വസ്തതയും പ്രകടിപ്പിക്കുവാൻ എപ്രകാരം സാധിക്കും എന്ന പരിഗണന ആർക്ക് എപ്രകാരം ഉണ്ടാകും? ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. 5 താലന്ത് കിട്ടിയ ഭൃത്യനും 2 താലന്ത് കിട്ടിയ ഭൃത്യനും അവിടെ പറയുന്ന, അവരുടനെ പോയി അധ്വാനിച്ച് 5 കിട്ടിയവർ 5 കൂടെ സമ്പാദിച്ചു, 2 കിട്ടിയവൻ 2 കൂടെ സമ്പാദിച്ചു. ഇത് 2 പേരും സമ്പാദിച്ചത് അവരുടെ പോക്കറ്റിലിടാനല്ല, യജമാനൻ തിരിച്ചു വരുമ്പോൾ തങ്ങളെ ഇങ്ങനെ താലന്തുകൾ ഏൽപ്പിച്ച് ആദരിച്ച യജമാനനോടുള്ള അവരുടെ സത്യസന്ധമായ നന്ദി രേഖപ്പെടുത്തുവാൻ ഇത് മാത്രമാണ് അർത്ഥവത്തായ മാർഗം. നിങ്ങളെന്നെ അവിടുന്ന് ഇത് ഞങ്ങളെ ഏൽപ്പിച്ചു, ഇതാ ഞങ്ങൾ അത് പ്രയോജനപ്പെടുത്തി 5 10 2 4 ഇതാ ഞങ്ങൾ തിരിച്ചു തരുന്നു. അതാണ് വാസ്തവത്തിൽ നമ്മുടെ ആത്മാർത്ഥമായ അർത്ഥവത്തായ സ്തുതി, സ്തോത്രം, അല്ലെങ്കിൽ നന്ദി കരയറ്റുക എന്ന് പറയത്തില്ല. അതിന് പകരം ക്രിസ്ത്യാനി പണ്ടുതൊട്ടേ പഠിച്ചു വച്ചിരിക്കുന്ന ഹല്ലേലൂയ, സ്തോത്രം, ഗ്ലോറി 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 ഒന്നും ചെയ്യാതെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ എന്താണെന്ന് തിരിച്ചറിയാൻ പോലും കൂട്ടാക്കാതെ ഈ മൂന്നാമത്തെ ഭൃത്യനെ പോലെ കിട്ടിയതെല്ലാം കുഴിച്ചിട്ടും വെച്ച് പ്രാർത്ഥന പോലും ദൈവത്തിന് മുമ്പിൽ നിന്ന് തെണ്ടുന്ന പരിപാടിയാണ് എന്ന് നികൃഷ്ടമായി മനസ്സിലാക്കിയിട്ടാണ് പ്രൈസ് ആൻഡ് എന്നാ പറയുന്നത്, പ്രൈസ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, പ്രൈസ് പ്രൈസ്, ഗ്ലോറി ഗ്ലോറി, ഹല്ലേലൂയ. ഇത് അർത്ഥശൂന്യമാണ്. യാതൊരു വിധത്തിലും അല്പമെങ്കിലും ബോധമുള്ളവർക്ക് ഒരിക്കലും സ്വീകാര്യമാകാത്ത ഒരവസ്ഥയാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭക്തിയായി നാം കാത്തു സൂക്ഷിക്കുന്നത്. ദൈവത്തെ സ്തുതിപ്പീൻ. എങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? ദൈവത്തിന് നന്ദി കരയറ്റുവിൻ. എങ്ങനെയാണ് ദൈവത്തിന് നന്ദി അനുഭവമില്ലാത്ത, ആത്മാർത്ഥമില്ലാത്ത നന്ദി കരയറ്റുന്നത് ദൈവത്തിന് സ്വീകാര്യമാണ് നമ്മൾ വിശ്വസിക്കണമെങ്കിൽ, ദൈവത്തിന് നമ്മളെ പോലെ പോലും മൂളയില്ല, അല്ലെങ്കിൽ സംഗതികൾ സത്യം തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഏതോ ഒരു മൊണ്ണയാണ് എന്നല്ലേ നാം വിചാരിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ 2 ഭൃത്യന്മാരുടെ അവസ്ഥ എന്താണെന്ന് അല്പം ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കും. അവർക്ക് യജമാനൻ അവരെ ഈ താലന്തുകൾ ഏൽപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ വേലക്കാരെ തോട്ടത്തിലേക്ക് വിളിച്ചാക്കിയ ഉപമയുടെ ഭാഷയിൽ പറഞ്ഞാൽ, യജമാനൻ അവരെ വിളിച്ച് തോട്ടത്തിലേക്ക് ജോലി ചെയ്യാൻ വിട്ടപ്പോൾ അവസാനം ആയി വിളിക്കപ്പെട്ട ആ ഭൃത്യൻ അല്ലെങ്കിൽ ഭൃത്യന്മാർ, അവരും ഈ നല്ലവരും വിശ്വസ്തരുമായ ദാസന്മാരെന്ന് വിളിക്കപ്പെട്ട ആൾ, 2 പേരും ഒരേ കൂട്ടത്തിൽ വെക്കാവുന്നതാണ്. ഇവരുടെ പൊതുവായ സ്വഭാവം എന്താണ്? അവർക്ക് താലന്തുകൾ ലഭിച്ചപ്പോൾ, അവരെ ജോലിക്ക് വിളിച്ചപ്പോൾ അവരുടെ മനസ്സിൽ ഒരു വലിയ വൈകാരികമായ അവസ്ഥയുണ്ടായി. വികാരം. ആ വികാരത്തിൽ യജമാനനോടുള്ള സ്നേഹം വെളിച്ചമായി തീർന്നു. വികാരത്തിൽ വെളിച്ചമുണ്ടാകുമ്പോൾ അത് പൂർണ്ണതയായിത്തീരുന്നു. പൂർണ്ണമായ വികാരം വെളിച്ചത്തിൻ്റെ വ്യക്തിത്വത്തെ ജനിപ്പിക്കുന്നു. പൂർണ്ണതയുടെ വികാരം വെളിച്ചത്തിൻ്റെ വ്യക്തിത്വത്തെ, ഉദാഹരണമായിട്ട് ഒരു പുരുഷൻ ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ ആത്മാർത്ഥമായി തൻ്റെ എല്ലാം കൊണ്ടും സ്നേഹിക്കുമ്പോൾ അവരുടെ സ്നേഹബന്ധത്തിൽ വെളിച്ചമുണ്ടാകും. എന്നാൽ ഒരു സ്ത്രീയോ പുരുഷനോ പരസ്പര ബന്ധത്തിൽ കാമം മാത്രം ലക്ഷ്യമാക്കി ഇടപെട്ടാൽ അതിൽ അന്ധകാരമുണ്ടാകും. അപ്പോൾ സ്നേഹം എവിടെയുണ്ടോ അവിടെ വെളിച്ചമുണ്ടാകും. വികാരത്തിൽ സ്നേഹമുണ്ടെങ്കിൽ അവിടെ വെളിച്ചമുണ്ടാകും, പൂർണ്ണതയുണ്ടാകും.
സ്നേഹമില്ലാത്ത ഒരു വികാരവും പൂർണ്ണമാകുകയില്ല. സ്നേഹരാഹിത്യം വ്യക്തിത്വത്തിൻ്റെ ദാരിദ്ര്യമാണ്. അത് നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് സമൃദ്ധമായ ജീവൻ അനുഭവിക്കാൻ സാധ്യമല്ല. ഇത് വളരെ വിശദീകരിക്കേണ്ട വിഷയമാണ്, പക്ഷേ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ ഈ നല്ലവരും വിശ്വസ്തരുമായ ദാസന്മാർ അവരപ്രകാരമുള്ള ഒരു വലിയ വികാരത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ആ വലിയ അവസ്ഥയിലേക്ക് കടന്നു ചെന്നു. അതുകൊണ്ടാണ് ഉടനെ പോയി എന്ന് പറയുന്നത്. ഉടനെ പോയി ആവേശത്തോടുകൂടി അവർ അധ്വാനിച്ചു. മാത്രവുമല്ല, അവർ ചിന്തിച്ചു, എന്നെ ഇപ്രകാരം ഏൽപ്പിക്കുവാൻ ഞാൻ എന്തുള്ളൂ? എന്തുകൊണ്ടാണ് യജമാനൻ ഈ താലന്തുകൾ എന്നെ ഏൽപ്പിച്ചത്? മാത്രവുമല്ല, ഈ താലന്തുകളുടെ വലിപ്പം എന്താണ്? സാധ്യത എന്താണ്? ഇതിൻ്റെ ഇനിയും വെളിപ്പെട്ട് വരേണ്ട വശങ്ങൾ എന്തൊക്കെയാണ്? അവർ ചിന്തിച്ചു, അവർ അന്വേഷിച്ചു. അങ്ങനെ പ്രവൃത്തിയിൽ സ്നേഹം വരുമ്പോൾ പ്രവൃത്തികൾ വെളിച്ചമുള്ളവയായിത്തീരുന്നു. Our deeds become radiant with the light of God. നമ്മുടെ പ്രവൃത്തിയിൽ വെളിച്ചമുണ്ടാകണം. യേശുവാകുന്ന വെളിച്ചം. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ അപ്രകാരമുള്ള പ്രവൃത്തികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള പ്രവൃത്തിക്ക് ഉപയോഗിക്കുന്ന പേരാണ് ശുശ്രൂഷ. അതുകൊണ്ടാണ് യേശു പറഞ്ഞ മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുപടിയായി കൊടുപ്പാനും അത്ര വന്നത്. ആ വെളിച്ചം നമ്മുടെ പ്രവൃത്തിയിലില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം നമുക്ക് ഭാരമായിത്തീരും. ഞാൻ പലപ്പോഴും അവർ ചെയ്യേണ്ട ജോലി ചെയ്യുന്നത് വളരെ പരാതിപ്പെട്ടും ബെമ്മിഷ്ടപ്പെട്ടും മനസ്സോടെ ചെയ്യുന്നത് കണ്ട് ഞാൻ ഉള്ളു നുറുകിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം സേവനം ചെയ്യുക എന്ന് പറയുന്നൊരു വലിയ അനുഗ്രഹമായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അനുഗ്രഹം. ഓരോ നിമിഷവും ഓരോ ദിവസവും നാം ചെയ്തുകൊണ്ടേയിരിക്കുന്ന സേവനത്തിൽ പുതുമ അനുഭവിപ്പാൻ നമുക്ക് കഴിയും. അതിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷവും പ്രതിഫലവുമാണ്. ആ അവസ്ഥ പ്രാപിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന് നിസ്സംശയം എനിക്ക് സാക്ഷീകരിക്കാൻ കഴിയും. അല്ലാതെ ബിംബിഷ്ടപ്പെട്ട് മനസ്സോടെ പ്രാഗിയും ശപിച്ചും ജോലി ചെയ്യുന്നവർ എങ്ങനെയാണ് സമൃദ്ധമായ ജീവൻ സാക്ഷീകരിക്കുന്നത്? നമ്മൾ ആലോചിക്കും. മൂന്നാമതായിട്ട് അവരുടെ ഇച്ഛാശക്തി. ഈ രണ്ട് നല്ലൊരു വിശ്വസ്തരുമായ ദാസന്മാർ, 5 താലന്ത് കിട്ടിയവൻ, 2 താലന്ത് കിട്ടിയവൻ, അവർ അധ്വാനിച്ചപ്പോൾ പലവിധമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. നമുക്കറിഞ്ഞുകൂടാ. ഈ ലോകത്തിൽ നന്മ ചെയ്യണമെങ്കിൽ വലിയ വലിയ പ്രതികൂലങ്ങൾ അനുഭവിച്ചും അഭിമുഖീകരിച്ചും അതിജീവിച്ചും മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നറിയാൻ വയ്യാത്തവരാരാണ്? അവിടെയൊക്കെയും പിടിച്ചു നിൽക്കണമെങ്കിൽ ഇച്ഛാശക്തി ഉണ്ടാകണം, വിൽ പവർ ഉണ്ടാകണം. ആ വിൽ പവറിൽ, ആ ഇച്ഛാശക്തിയിൽ വെളിച്ചമുണ്ടായെങ്കിൽ, അങ്ങനെ പിടിച്ചു നിൽക്കുന്നത് മർക്കടമുഷ്ടി കൊണ്ടല്ല, പിന്നെയോ ദൈവത്തോടുള്ള വിശ്വസ്തത. ദൈവത്തോട് വിശ്വസ്തത പാലിക്കണമെങ്കിൽ മനുഷ്യന് ഈ ഭൂമിയിൽ ഇച്ഛാശക്തി ഉണ്ടാകണം. അതാണ് യേശുവിൽ കൂടെ നാം പഠിക്കേണ്ടത്. ക്രൂസിലെ മരണത്തോടും പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മെ അമ്പരപ്പിക്കുന്ന ഇച്ഛാശക്തി ഉണ്ടാകണം. അതുള്ളവന് മാത്രമേ ഈ സമൃദ്ധമായ ജീവൻ എന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് യേശു പറയുന്നത്. ഇത് വളരെ ശ്രദ്ധേയമാണ്. എന്നാൽ ഇതിനൊക്കെ പകരമായിട്ട് അർത്ഥശൂന്യമായ പഠിപ്പീരുകൾ കൊണ്ട് ക്രിസ്തീയ ലോകം നിറഞ്ഞു നിൽക്കുകയാണ്. കന്നിമാസം 12-ാം തീയതി അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം 8-ാം തീയതി ഞാൻ ഹൃദയം കർത്താവിന് കൊടുത്തു. അതിനുശേഷം പിന്നെ എനിക്ക് യാതൊരു അല്ലലുമില്ല. എൻ്റെ കാര്യമെല്ലാം കർത്താവ് നോക്കുന്നു. ഞാനിടത്ത് കൈയും കെട്ടിയിരുന്നാൽ മതി. പിന്നെ അതിൻ്റെ ഉച്ചകോടിയായിട്ടാണ് പിന്നെ ഇപ്പോൾ പ്രോസ്പെറിറ്റി ഗോസ്പലും കൊണ്ട് ആളുകൾ നടക്കുന്നത്. ഇതൊക്കെ എങ്ങനെ മനുഷ്യൻ സഹിക്കുന്നു? ഈ പൊട്ടത്തരം എങ്ങനെ മനുഷ്യൻ വഹിക്കുന്നു? ഞാൻ അത്ഭുതത്തോടെ ചിന്തിക്കാറുണ്ട്. അതും യേശു വിഭാവന ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട ഹീറോയിക്, അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയുമായി പുലബന്ധം പോലുമില്ല എന്നതാണ് പച്ചപരമാർത്ഥം. പക്ഷെ ആര് മനസ്സിലാക്കാനാണ്? അതുകൊണ്ട് യേശു വിഭാവന ചെയ്തത് മനുഷ്യ വ്യക്തിത്വത്തിന് സംഭവിക്കേണ്ട അതിമനോഹരമായ
അത്ഭുതവഹമായ വളർച്ചയാണ്. പൂർണ്ണതയിലേക്ക് പ്രവേശിപ്പീൻ, പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുവിൻ, പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുവിൻ. അതിൻ്റെ ഒരു ഉദാഹരണമാണ്, പരിമിതമായ ഉദാഹരണമാണ് സ്പോർട്സ് ആൻഡ് ഗെയിംസ്. ഒളിമ്പിക് ലെവലിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ അവരുടെ കായികമായ ശേഷികൾ എത്രമാത്രം വികസിപ്പിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനും ഒരു പരിധി വരെ അത്ലറ്റിക്സിൽ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു, സ്കൂളിലൊക്കെ ആയിരുന്ന കാലത്ത്. 100 മീറ്റർ ഓട്ടം 9.56 സെക്കൻഡിൽ ഓടുക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതങ്ങളിൽ അത്ഭുതമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത് മനുഷ്യൻ അവൻ്റെ കായികമായ ശേഷിയുടെ പൂർണ്ണത അന്വേഷിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ വൈകാരികമായ അവസ്ഥയുടെ പൂർണ്ണത പ്രാപിച്ചാൽ നമുക്കറിയാം, ലോകത്തിലുള്ള എല്ലാ പ്രധാനപ്പെട്ട സംരംഭങ്ങളും നിർവഹിച്ച ആളുകൾ അവരുടെ വൈകാരികമായ ശക്തി കൊണ്ടാണ്. മുഖ്യമായും ഞാൻ പുസ്തകങ്ങൾ എഴുതുമ്പോൾ അതിൽ ഞാൻ വളരെയധികം വികാരങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. വികാരത്തിൻ്റെ പാരമ്യം കൊണ്ട് ഞാൻ പലപ്പോഴും കരഞ്ഞിട്ടുണ്ട്. ആരും രഹസ്യമായി ഞാൻ കണ്ണീർ വാർത്തിട്ടുണ്ട്. ഒരു പുസ്തകം എഴുതാമെന്ന് പറഞ്ഞാൽ പലരും വിചാരിച്ചിരിക്കുന്ന പേനയ്ക്കകത്ത് മഷി ഒഴുകുന്നു, അങ്ങനെയല്ല. നമ്മുടെ ഉള്ള് കടൽ പോലെ ഇളകി മറിയുമ്പോൾ, മന്ഥൻ, നമ്മുടെ തലച്ചോറ് ചിലപ്പോൾ അഗ്നിവ്രതം പോലെ പൊട്ടിത്തെറിക്കുമ്പോൾ, അല്ലെങ്കിൽ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 7 ഇരട്ടി തീ വർദ്ധിപ്പിക്കുന്ന തീച്ചൂളയിൽ കൂടെ നടന്നു പോകുമ്പോൾ പുസ്തകങ്ങളുണ്ടാകുന്നു. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. മനുഷ്യൻ തലച്ചോറ് വളഞ്ഞതുകൊണ്ട് മാത്രം ഒരു എഴുത്തുകാരനാകുകയില്ല, നല്ല ഒരു സുവിശേഷ പ്രസംഗകനാകുകയില്ല. കസർത്ത് കാണിക്കാവുന്നേ ഉള്ളൂ. വചനത്തോട് നീതി പാലിക്കുവാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഉടനെ സമ്മതിക്കും. തലച്ചോറ് വർദ്ധിക്കുന്നത് പോലെ ഹൃദയവും വികസിക്കുന്നവന് മാത്രമേ ഈ വചനത്തിൻ്റെ സൗന്ദര്യം എന്താണെന്ന് വല്ലപ്പോഴും തിരിച്ചറിയാൻ സാധ്യമാകുകയുള്ളൂ. അതുപോലെ തന്നെ ഇച്ഛാശക്തി. നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും പൊതുവായ പ്രശ്നം അതാണ്. ഇപ്പോൾ പുതുവർഷ ആരംഭത്തിൽ നാം പലവിധമായ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ന്യൂ ഇയർ ഈവ് റെസൊല്യൂഷൻസ്. എത്ര പേര് കാത്തു സൂക്ഷിക്കുന്നുണ്ട്? നമുക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? എൻ്റെ പരാജയം കൂടെയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഇച്ഛാശക്തി അത്രമാത്രം ബലഹീനമാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, അവസാനം വരെയും സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, അവസാനം വരെയും സഹിച്ചു നിൽക്കുന്നവൻ സമൃദ്ധമായ ജീവൻ അനുഭവിക്കുന്നവനാണ്. അതിൻ്റെ ബലത്തിൽ മാത്രമേ അവസാനം വരെ പിടിച്ചു നിൽക്കാൻ സാധ്യമാകുകയുള്ളൂ. ആന്തരികമായി പട്ടിണി അനുഭവിക്കുന്നവൻ, അംശത്തിൻ്റെ അടിമയായി കഴിയുന്നവൻ അവസാനം വരെ പിടിച്ചു നിൽക്കുകയില്ല, സാധ്യമല്ല. യേശു അവസാനം വരെ നിന്നത് അവൻ സമൃദ്ധമായ ജീവൻ്റെ സമുന്നതമായ ഉദാഹരണമായതുകൊണ്ടാണ്. അപ്പോൾ ഈ ശ്രദ്ധേയമായ പഠിപ്പീരൻ്റെ പൊരുൾ വേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ നമുക്കിടയാകട്ടെ. ഇത് നമ്മുടെ അന്വേഷണത്തിൻ്റെ ആദ്യ ഭാഗമാണ്. ഞാൻ ഇംഗ്ലീഷിൽ ഇതിന് മുൻപൊരു വീഡിയോ ഞാൻ അടുത്ത കാലത്ത് ചെയ്തത് ഇതേ വാക്യത്തെ ആസ്പദമാക്കിയാണ് എങ്കിലും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആശയങ്ങളല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ കുറച്ചുകൂടെ പൂർണ്ണമായ ഒരു 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 ബോധ്യം ഇതിനെപ്പറ്റി രൂപീകരിക്കാൻ സാധ്യമാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, എൻ്റെ ബഹുമാനം, എൻ്റെ കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു.